രാജ്യത്തിന്റെ ഹൃദയഭൂമിയിൽ രാജ്യത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ നടന്നിരിക്കുന്ന സ്ഫോടനത്തിന്റെ നടുക്കം ഈ നിമിഷവും മാറുന്നില്ല. സ്ഫോടനം നടന്ന കാറിൽ ഉമർ മുഹമ്മദ് മാത്രമെന്ന് സ്ഥിരീകരണം. ഇന്നലെ രാവിലെയാണ് 8:04 ഹ്യുണ്ടായി i20 കാറിൽ ബദർപൂർ ടോൾ ബൂത്ത് വഴി ഉമർ ഡൽഹിയിലേക്ക് പ്രവേശിക്കുന്നത്. 8:20 ഓഖ്ലയിലെ ഒരു പെട്രോൾ പമ്പിലെത്തി. വൈകിട്ട് 3:19 ചെങ്കോട്ടയ്ക്ക് സമീപത്തുള്ള പാർക്കിംഗ് ഏരിയയിൽ കാർ നിർത്തിയിട്ടു. 3 മണിക്കൂർ കഴിഞ്ഞ് 6:48 കാറുമായി പുറത്തേക്ക് വന്നു. ഇതിനുശേഷം 6:52 സ്ഫോടനം നടന്നത്. തീഗോളം പോലെ ഉയർന്നു വന്നു എന്നുള്ളതാണ് ഇന്നലെ സ്ഫോടനത്തിന് ശേഷം അവിടെയുള്ള ആളുകളൊക്കെയും പ്രതികരിച്ചത്. അതായത് 12 പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്, ബാക്കി കുറേ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, നിരവധി പേർ ചികിത്സയിലുണ്ട്. അവിടെ നിന്ന് ദൃക്സാക്ഷികളായിട്ടുള്ള ആളുകൾ പറഞ്ഞത് നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് അതിനുശേഷം ആളുകൾ ഓടി അകലുന്ന കാഴ്ചകളൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഉമർ കാറിലുമായി കടന്നു വരുന്ന ദൃശ്യവും നമ്മൾ കാണുകയാണ്. ഈ സ്ഫോടനം നടന്ന കാറിൽ ഉമർ മുഹമ്മദ് മാത്രമെന്നുള്ള സ്ഥിരീകരണം ഉണ്ടാകുന്നു. ഈ നിമിഷം പി ബസന്ത് വിവരങ്ങളുമായിട്ടുണ്ട്. ബസന്ത്, ആദ്യഘട്ടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ സംസാരിച്ച സമയത്ത് ഈ കാറിൽ ഒന്നിലധികം ആളുകൾ ഉണ്ട് എന്നുള്ളൊരു സംശയമായിരുന്നു മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ ഒടുവിൽ ഒരാൾ മാത്രമായിരുന്നു, അത് ഉമർ മുഹമ്മദ് മാത്രമായിരുന്നു എന്ന് സ്ഥിരീകരിക്കുകയാണല്ലേ? രണ്ട് കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഒന്ന്, ഒമർ ഒറ്റയ്ക്കാണ് സഞ്ചരിച്ചിരുന്നത് ഈ കാറിൽ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ആ വീഡിയോ CCTV ദൃശ്യങ്ങളിലൂടെ തന്നെ സ്ഥിരീകരണം വരുന്നു. ഫരീദാബാദിൽ നിന്നും ബദർപൂർ ടോൾ ബൂത്ത് കഴിഞ്ഞ് വരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ ഒരു ദൃശ്യം കണ്ടെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊന്ന്, ആ ഒരു ടൈം ലൈനാണ്, CCTV ദൃശ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു ടൈം ലൈനാണ്. 3 മണിക്ക് ചെങ്കോട്ട പരിസരത്തെത്തുന്നു. 6:48 കാറ് പാർക്കിംഗ് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പിന്നീട് സ്ഫോടനവുമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഉമർ ഒറ്റയ്ക്ക് സഞ്ചരിച്ചിരുന്നു, 2 പേർ ഒപ്പമുണ്ടായിരുന്നു എന്നുള്ള വാദം ശരിയല്ല. ഉമർ ഒറ്റയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത്. സ്ഫോടനം നടന്നിരിക്കുന്നു. സ്ഫോടനം എന്നുള്ളത് ചാവേർ ആക്രമണം തന്നെ എന്നുള്ളത് സ്ഥിരീകരണം വരുന്നു. ഇപ്പോൾ NIAക്ക് കേസ് കൈമാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പൂർണ്ണമായും ഇതൊരു ഭീകരാക്രമണം എന്ന് സർക്കാർ വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള അന്വേഷണം തന്നെയായിരിക്കും സർക്കാരിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ NIAയുടെ ഭാഗത്ത് നിന്ന് വരിക എന്നുള്ളതാണ്. ഏറ്റവും നിർണായകമായിട്ടുള്ളത് ഈ CCTV ദൃശ്യങ്ങളാണ്. ഓഖല മേഖലയിലെ ഒരു പെട്രോൾ പമ്പിന് സമീപവും ഉമറിൻ്റെ കാറ് കാണുന്നുണ്ട്. ഒറ്റയ്ക്കാണ് അതിൽ ഉമർ ഉള്ളത് എന്നുകൂടി അതിൽ നിന്നും വെളിവാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. പിന്നീട് 3 മണിയോടടുപ്പിച്ചാണ് ഡൽഹിയിലേക്ക് വരുന്നത്. പക്ഷേ ഈ അതിനിടയ്ക്കുള്ള ആ സമയങ്ങളിൽ ഈ കാറ് ദരിയാഗഞ്ച്, കശ്മീരി ഗേറ്റ്, അതുപോലെ തന്നെ സുനേരി മസ്ജിദ്, ഈ 3 സ്ഥലങ്ങളിലായിട്ട് ഈ കാറിൻ്റെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയങ്ങളിലെല്ലാം തന്നെ ഈ ദരിയാഗഞ്ച്, കശ്മീരി ഗേറ്റ് ഭാഗങ്ങളിൽ ഈ കാറ് സഞ്ചരിച്ചിരുന്നു എന്നുള്ളതാണ് അതിൽ നിന്നും മനസ്സിലാകുന്നത്. അക്ഷയ.